കോൺഗ്രസിന്റെ ഒരു പിന്നെ യോഗമാണ് എന്ന് നിങ്ങളല്ലേ പറയുന്നത്? എന്ത് യോഗത്തിലാണ് രാഹുൽ ഇപ്പോൾ പങ്കെടുത്തിട്ടില്ല? ഞാൻ ഒരു യോഗത്തിലും പങ്കെടുത്തില്ലല്ലോ. ഞങ്ങൾ എല്ലാവരും ഇരുന്നു, വർത്തമാനം പറഞ്ഞു, എന്നിട്ട് ആളുകളെ കണ്ടു, പിന്നെ കല്യാണ വീടുകളിൽ പോയി, മരണ വീടുകളിൽ പോയി, എല്ലാ ദിവസവും നടക്കുന്ന കാര്യം തന്നെയാണ്. കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസിന്റെ അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ അല്ലല്ലോ. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക. സസ്പെൻഡ് ചെയ്താൽ വേറെ അത് നിങ്ങൾക്ക് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയെ പറ്റി ധാരണ ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഔദ്യോഗിക യോഗം തന്നെ നടന്നിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങൾ ഇരിക്കാറുണ്ട്, വർത്തമാനം പറയാറുണ്ട്. ഇത്രയും പരസ്യമായിട്ടാണോ പാർട്ടിയുടെ ഒരു കമ്മിറ്റി നടുറോഡ് വെച്ചിട്ടാണോ കൂടുന്നത്? അങ്ങനെയാണോ കൂടുന്നത്? അങ്ങനെ ആരടച്ചിട്ട മുറിയിൽ പിന്നെ പാല് സൊസൈറ്റിയുടെ പിന്നെ സൈഡില് എല്ലാരും കൂടെ നിൽക്കുന്നതാണോ അടച്ചിട്ട റൂമിൽ? അരമണിക്കൂറായി ക്ഷീരോത്പാദക സംഘത്തിന്റെ ഓഫീസിലെത്തിയിട്ട് അവിടെ ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാകും. യോഗമല്ലെന്ന്, യോഗമാണെങ്കിലല്ലേ യോഗമാണെന്ന് പറയും. ഇപ്പൊ യോഗം ചേർന്ന് കഴിഞ്ഞാൽ യോഗം ചേർന്ന് കൂടെയുള്ളവരെ നിങ്ങൾക്ക് അറിയില്ലേ? അതപ്പോ ഒരു ജേർണലിസ്റ്റ് ഇങ്ങനെ പരാജയമല്ല. പഞ്ചായത്ത് ചെയർമാനാണ്. ഔദ്യോഗികമായിട്ടുള്ള ഒരു യോഗം ചേർന്നിട്ടില്ല. 3-4 തവണ എംഎൽഎ ഇവിടെ വരാറുണ്ട്. കർണാടകയിലെ മരിച്ച വീടുകളിലേക്കും വിവാഹ ചടങ്ങുകളിലേക്കും അനുബന്ധ കാര്യങ്ങൾക്ക് വരാറുണ്ട്. വീടുകളിൽ അതാത് പ്രദേശത്തെ പൊതുപ്രവർത്തകരെ കൂട്ടിയാണ് എല്ലാ സ്ഥലങ്ങളിലും. സാധാരണ വിനേഷേട്ടന്റെ നേതൃത്വത്തിലൊക്കെ ആണല്ലോ ഇവിടെ ഔദ്യോഗികമായിട്ടൊരു പരിപാടിയല്ല ഇവിടെ നടന്നിട്ടുള്ളത്. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ എല്ലാ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ അവിടെ മരണം ഉണ്ടാകുമ്പോൾ അവിടെ പോകാറുണ്ട്, വിവാഹം ഉണ്ടാകുമ്പോൾ വിവാഹത്തിന് പോകാറുണ്ട്. ഇപ്പം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് മുന്നേ പൂടൂരിലേക്ക് വന്നിരുന്നെങ്കിൽ അവിടെ BGSൽ വെച്ച് ഞാൻ യോഗം ചേർന്നു എന്ന് പറയായിരുന്നു. അവിടെ വെച്ച് പ്രായരിയിലെ പ്രധാനപ്പെട്ട ആയിക്കോട്ടെ, അവിടെ എനിക്ക് പ്രവേശനമില്ലേ? പ്രാഥമിക സസ്പെൻഷനിലായി കഴിഞ്ഞാൽ ഞാൻ വേറെ പാർട്ടിയാണോ? യോഗം നടന്നാൽ സഹോദര, യോഗം നടന്നാലല്ലേ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റൂ. നടക്കാത്ത യോഗത്തെ പറ്റിയിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റൂ. കോൺഗ്രസ് ഭരിക്കുന്ന ക്ഷീരോത്പാദക സംഘത്തിന്റെ ഓഫീസിലാണ് താങ്കൾ എത്തിയിരിക്കുന്നത്. ഇവിടെ കല്യാണമോ അല്ലെ മരണമോ ഒന്നും നടന്നിട്ടില്ല. എന്റെ പൊന്നു സഹോദര, ഇവിടെ ഞാൻ ഈ ആളുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കല്ലേ. യോഗം ചേർന്നാൽ യോഗം ചേർന്നു എന്ന് പറയും, യോഗത്തിൽ പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയും. അല്ല, അവരെ കാണുമ്പോൾ അവരോട് സംസാരിക്കും. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പിനെ പറ്റി ചോദിക്കും, തെരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിക്കും. ഞാൻ കൈ ചിഹ്നത്തിൽ ജയിച്ച ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ജയിച്ച MLA ആണ്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എല്ലാവരും ജയിക്കണം എന്നുള്ള താല്പര്യത്തിൽ നിൽക്കുന്ന ആളാണ്. അതിനുവേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനവും നടത്തും. അതുകൊണ്ട് ഏത് സ്ഥലത്ത് പോകുമ്പോഴും, അതിപ്പോ ഏത് സ്ഥലത്ത്, അത് പാലക്കാട് നല്ല ഏത് സ്ഥലത്ത് വെച്ച് 4 UDFകാരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവരോട് ചോദിക്കും, എന്താ ഇലക്ഷന്റെ കാര്യങ്ങൾ ചോദിക്കും, അതിനെപ്പറ്റി സംസാരിക്കും. അത് നിങ്ങളിങ്ങനെ വട്ടമിട്ട് വളഞ്ഞു കഴിഞ്ഞാൽ സംസാരം നിർത്താൻ പറ്റും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും, ഇവിടെ BJPയെ CPMനെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യും. കാരണം ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ജീവിതത്തിൽ ആദ്യമായി മത്സരിച്ചപ്പോൾ അതിന് അരയും തലയും മുറുക്കി ജോലി ചെയ്ത സാധാരണക്കാരായ പാർട്ടിയുടെ പ്രവർത്തകർ, മുന്നണിയുടെ പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആ സ്ഥാനാർത്ഥി പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ പോയി ഒരു വീട് പോലും ഒഴിയാതെ എല്ലാ വീടും കയറും. സ്വാഭാവികമായിട്ട് പാർട്ടി ചുമതല ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും പാർട്ടി ചുമതല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി, അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയും CPM BJP മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടിയും എൻ്റെ ഒരു വാക്ക്, എൻ്റെ ഒരു നോട്ടം, എൻ്റെ ഒരു ചലനം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ യോഗമാണെന്ന് പറഞ്ഞില്ല. ബാക്കിയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി